Hello, welcome to Computer Science Hub. Our subject Android programming, and this is a part 3 video of our topic Android fragments. And in our previous video, we have discussed what is fragment lifecycle, then how to implement a fragment with examples, right? So here some small topics related to fragments. One is fragment manager, then fragment transaction, about persistent fragments, fragment backstack. Then also two functions called start activity for result, then one more set target fragment. Okay, these all topics we are going to cover in this video. So starting with the Android fragment manager and fragment transaction. So ഫ്രാഗ്മെൻറ്റ്സ് നമുക്കറിയാം ഒരു വലിയൊരു സ്ക്രീനെ നമ്മൾ ഇൻഡിവിജ്വൽ മൊഡ്യൂൾസ് ആക്കി ഡിവൈഡ് ചെയ്യാൻ പോവാണ് അല്ലേ. അപ്പോൾ ഓരോ മൊഡ്യൂളിനും നമുക്ക് ചിലപ്പോൾ ഓരോ ഡിഫറെൻറ്റ് ആക്ടിവിറ്റീസ് ചെയ്യാൻ ആയിട്ട് പറ്റും. നമ്മൾ ഫ്രാഗ്മെൻറ്റ്സിനെ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയതാണ്. അപ്പോൾ ഈ ഫ്രാഗ്മെൻറ്റ്സിന് ഒരു പ്രോപ്പർട്ടി ഫ്രാഗ്മെൻറ്റ് മാനേജർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മാനേജേഴ്സ് ഫ്രാഗ്മെൻറ്റ്സ് ഇൻ ആൻഡ്രോയിഡ്. സ്പെസിഫിക്കലി ഇറ്റ് ഹാൻഡിൽസ് എ ട്രാൻസാക്ഷൻ ബിറ്റ്വീൻ ഫ്രാഗ്മെൻറ്റ്സ്. ഇപ്പോൾ ഒരു ആക്ടിവിറ്റീനകത്ത് ഒരു 2-3 ഫ്രാഗ്മെൻറ്റ്സ് ഉണ്ടായിരിക്കാം. ഈ ഫ്രാഗ്മെൻറ്റ്സ് തമ്മിൽ ഡാറ്റ കമ്മ്യൂണിക്കേഷൻസ് ഉണ്ടായിരിക്കാം. ഒരാൾ ഒരു പെർട്ടിക്കുലർ ഫ്രാഗ്മെൻറ്റ് ഇൻപുട്ട് നമുക്ക് ചിലപ്പോൾ ഒരു യൂസർ ഇൻ്റർഫേസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടാവും നമുക്ക് ഡാറ്റാസ് കൊടുക്കാനായിട്ട്. ആ കൊടുത്ത ഡാറ്റ ഡീൽ ചെയ്യുന്നത് ചിലപ്പോൾ അടുത്ത ഫ്രാഗ്മെൻറ്റ് ആയിരിക്കാം. അങ്ങനെ ഫ്രാഗ്മെൻറ്റ്സ് തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ട്രാൻസാക്ഷൻസ് ഉണ്ടായിരിക്കാം. അപ്പോൾ ഇതിനെല്ലാം മാനേജ് ചെയ്യാനായിട്ടുള്ള ഒരു ക്ലാസ്സാണ് ഫ്രാഗ്മെൻറ്റ് മാനേജർ. When there are several fragments and we want to manipulate several of them at the same time under one single operation, that kind of interaction can be supported with fragment transaction in Android. Okay, നമ്മൾ ഡാറ്റാബേസിൽ ട്രാൻസാക്ഷൻസ് ഒക്കെ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതേ കൺസെപ്റ്റ് തന്നെയാണ് നമുക്കൊരു ഫ്രാഗ്മെൻറ്റ്സ് ഉണ്ട്, ഫ്രാഗ്മെൻറ്റ്സ് തമ്മിൽ റിലേഷൻ ഉണ്ട്, അവർ തമ്മിൽ ട്രാൻസാക്ഷൻസ് നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ട്രാൻസാക്ഷനൊക്കെ മാനേജ് ചെയ്യാൻ അപ്പോൾ ഈ ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രാഗ്മെൻറ്റ്സ് വോണ്ട് ടു മാനിപ്പുലേറ്റ് സെവറൽ of data at the same time under one single operation. Such kind of action is known as fragment transaction. So fragment transaction ഉള്ളിൽ നമുക്ക് പെടാം ആഡിങ്, റിമൂവിങ്, റീപ്ലേസിങ് ഫ്രാഗ്മെൻറ്റ്സ്, കമ്മിറ്റ് എ ട്രാൻസാക്ഷൻ, ഇതെല്ലാം ഫ്രാഗ്മെൻറ്റ് ട്രാൻസാക്ഷനുള്ളിൽ പെടുന്നതാണ് കേട്ടോ. ഫ്രാഗ്മെൻറ്റ്സ് ആഡ് ചെയ്യുക, ഫ്രാഗ്മെൻറ്റ്സ് റിമൂവ് ചെയ്യുക, ഒരു ഫ്രാഗ്മെൻറ്റിനെ വേറെ വെച്ചിട്ട് റീപ്ലേസ് ചെയ്യുക, ഫൈനലി അതെല്ലാം ട്രാൻസാക്ഷൻസ് കമ്മിറ്റ് ചെയ്യുക, ഇതെല്ലാം വരും. ഫ്രാഗ്മെൻറ്റ് ട്രാൻസാക്ഷൻസ് ആൻഡ് ഫ്രാഗ്മെൻറ്റ് ബാക്ക്സ്റ്റാക്ക്. ബാക്ക്സ്റ്റാക്ക് എന്നുള്ളൊരു പ്രോപ്പർട്ടി നമുക്ക് നോക്കണം. ബൈ ഡിഫോൾട്ട് ഫ്രാഗ്മെൻറ്റ്സ് ഹാവ് നോ അവയർനെസ് ഓഫ് അവർ ബാക്ക് ബട്ടൺ. ഓക്കെ, ഇൻ ആൻഡ്രോയിഡ് whenever we navigate from one activity to another, the previous activity is not completely destroyed, it is simply added to a stack from where we can access it again. Okay, so consider this example. We are at activity 1. ഇനി ആക്ടിവിറ്റി 1 നമ്മൾ ആക്ടിവിറ്റി 2 പോവാണ്. ആൻഡ് ദിസ് ആക്ടിവിറ്റി 2 is having 2 fragments. ഓക്കെ, ഫ്രാഗ്മെൻറ്റ് എ ആൻഡ് ഫ്രാഗ്മെൻറ്റ് ബി. സോ ഫസ്റ്റ് ആക്ടിവിറ്റി 1 നിന്ന് നമ്മൾ പോകുന്നത് ഫ്രാഗ്മെൻറ്റ് എയിലോട്ടാണ്. ദെൻ ആക്ടിവിറ്റി പറഞ്ഞല്ലോ ആക്ടിവിറ്റി 2 ഫ്രാഗ്മെൻറ്റ് എയും ഫ്രാഗ്മെൻറ്റ് ബിയും ഉണ്ട്. ഫ്രാഗ്മെൻറ്റ് എയിൽ നിന്ന് നമ്മൾ ഫ്രാഗ്മെൻറ്റ് ബിയിലോട്ട് പോയി. നമ്മളിപ്പോൾ ബാക്ക് ബട്ടൺ പ്രസ് ചെയ്തു. ബാക്ക് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്താണ് എക്സ്പെക്ട് ചെയ്യുക? ഫ്രാഗ്മെൻറ്റ് ബിയിൽ നിന്ന് ഫ്രാഗ്മെൻറ്റ് എയിലോട്ട് വരണം എന്നല്ലേ? പക്ഷേ ആക്ച്വലി നടക്കുന്നത്, അതായത് ഇതാണ് നമ്മളുടെ എക്സ്പെക്റ്റേഷൻ. പക്ഷേ വാട്ട് ആക്ച്വലി ഹാപ്പൻസ് ഇസ് ദാറ്റ് ഫ്രാഗ്മെൻറ്റ് ബിയിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് ആക്ടിവിറ്റിയിലോട്ട് തിരിച്ചു പോവുക ചെയ്യുക, കോൾ ചെയ്ത ആക്ടിവിറ്റിയിലേക്ക്. കാരണം ബൈ ഡിഫോൾട്ട് ദിസ് ഫ്രാഗ്മെൻറ്റ്സ് ഹാവ് നോ അവയർനെസ് ഓഫ് ബാക്ക് ബട്ടൺ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? അതായത് ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയുകയാണ്. നമ്മൾ നമ്മുടെ ഫോൺ എടുത്തു. അപ്പോൾ ഫോണിൽ നമ്മളുടെ ഹോം ആക്ടിവിറ്റി ഉണ്ട്. ഹോം ആക്ടിവിറ്റിയിൽ നിന്ന് ഞാൻ അടുത്തൊരു ആക്ടിവിറ്റിയിലോട്ട് പോവാണ്. അപ്പോൾ നമ്മളുടെ വാട്സപ്പാണ് ഒരു ആക്ടിവിറ്റി. ഇപ്പോൾ ഈ വാട്സപ്പിനകത്ത് ഒരു പെർട്ടിക്കുലർ ചാറ്റ് നമ്മൾ എടുത്തെന്ന് വിചാരിക്കുക. അപ്പോൾ ആ ചാറ്റ് ഒരു ഫ്രാഗ്മെൻ്റ് ആണ് കേട്ടോ. ആ ചാറ്റിൽ നമ്മളിങ്ങനെ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ ടൈപ്പ് ചെയ്തുകൊണ്ടിരുന്നു. ദെൻ നമ്മൾ ബാക്ക് അടിച്ചു. ബാക്ക് അടിച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താണ് എക്സ്പെക്ട് ചെയ്യുക? വാട്സപ്പിൻ്റെ ഹോമിലോട്ട് പോകണം എന്നല്ലേ എക്സ്പെക്ട് ചെയ്യുക, ബാക്കി ചാറ്റ്സൊക്കെ കാണണമെന്ന്. പക്ഷെ നമ്മൾ നേരിട്ട് ഹോമിലോട്ട് എത്തിയാലോ, നമ്മളുടെ മൊബൈൽ ഹോമിലോട്ട്, ഹോം സ്ക്രീനിലോട്ട് എത്തിക്കഴിഞ്ഞാലോ? അപ്പോൾ ഒരു ബാക്ക് ബട്ടൺ കൊണ്ട് നമ്മൾ തൊട്ട് മുന്നിലത്തെ സ്ക്രീനിലേക്ക് പോകാനാണ് ഉദ്ദേശിക്കുന്നത്, അല്ലാണ്ട് ഏറ്റവും കോൾ ചെയ്തിട്ടുള്ള അങ്ങോട്ട് പോകണം, മെയിൻ ആക്ടിവിറ്റിയിലേക്ക് പോകണം എന്നല്ല. അപ്പം അങ്ങനെ വരുമ്പോൾ അതൊരു പ്രിഫറബിൾ ആയിട്ടുള്ള ഒരു ബിഹേവിയർ അല്ല. അങ്ങനെ വരുമ്പോൾ നമുക്ക് ബൈ ഡിഫോൾട്ടായിട്ട് ഫ്രാഗ്മെൻറ്റ്സിന് ബാക്ക് ബട്ടൺ അറിയില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? അവർക്ക് ബാക്ക് ബട്ടൻ്റെ അവയർനെസ് കൊടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഫ്രാഗ്മെൻറ്റ്സ് ഡു നോട്ട് ആഡഡ് ടു. അപ്പം നമ്മൾ പറഞ്ഞല്ലോ ആൻഡ്രോയിഡിൽ പൊതുവേ നമ്മളിപ്പോൾ ഒരു ആപ്പ് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതിൻ്റെ ഇടയിൽ നമ്മൾ പെട്ടെന്ന് വേറൊരു ആപ്പ് എടുത്തു കഴിഞ്ഞാൽ ഈ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഈ ആക്ടിവിറ്റി ഡിസ്ട്രോയ് ചെയ്യില്ല. അവർ നമ്മളൊരു സ്റ്റാക്ക് നമ്മൾ ക്യൂവിലേക്ക് കൊടുത്തു, സ്റ്റാക്കിലോട്ട് കൊടുത്തു. ദെൻ ആ ആക്ടിവിറ്റി നമ്മൾ എടുക്കുമ്പോൾ വീണ്ടും എടുക്കാന്ന് വെച്ചാൽ സ്റ്റാക്കിൽ നിന്നാണ് നമ്മൾ കോൾ ചെയ്യുന്നത്.
അപ്പോൾ അതായത് നമ്മൾ ഈ വീണ്ടും യൂസ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. നമ്മളിപ്പോൾ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. വീഡിയോ കൊണ്ടുതന്നെ ഇടയ്ക്കിടയ്ക്ക് ഒരു മെസ്സേജ് വന്നു. മെസ്സേജ് വന്നപ്പോൾ നമ്മൾ അപ്പോൾ വാട്സപ്പിലോട്ട് പോയി. അപ്പോൾ വീഡിയോ എന്ത് ചെയ്തു? വീഡിയോ ഡിസ്ട്രോയ് കളയല്ല. വീഡിയോ അവിടെ ബാക്കിലുണ്ട്. സ്റ്റാക്കിനകത്തുണ്ട്. നമ്മളിപ്പോൾ നമ്മളുടെ ഫോർഗ്രൗണ്ടിലുള്ള ആക്ടിവിറ്റി കഴിഞ്ഞ് തിരിച്ച് അങ്ങോട്ട് തന്നെ പോകുമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ആ വീഡിയോ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സ്റ്റാക്ക് എന്നുള്ള ഒരു അവെയർനെസ് ഫ്രാഗ്മെന്റ്സിന് ഇല്ല. ഫ്രാഗ്മെന്റ്സ് ഡു നോട്ട് ആഡഡ് ടു ദ ബാക്ക് സ്റ്റാക്ക് ബൈ ഡിഫോൾട്ട്. ഇപ്പോൾ ഈ ആക്ടിവിറ്റീസ് ഒക്കെ ആഡ് ചെയ്യുന്നത് ഡീഫോൾട്ടായി നടക്കുന്നതാ. നമ്മൾ കോഡിലൊന്നും ചെയ്യണ്ട. പക്ഷേ ഇതങ്ങനെയല്ല. ഫ്രാഗ്മെന്റ്സ് അങ്ങനെ ചെയ്യില്ല. അതുകൊണ്ട് നമ്മൾ ഓരോ ഫ്രാഗ്മെന്റും നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഇതുപോലെ ആഡ് ടു ബാക്ക് സ്റ്റാക്ക് എന്നുള്ളൊരു ഫംഗ്ഷൻ കോൾ ചെയ്യണം. അപ്പോൾ ആഡ് ടു ബാക്ക് സ്റ്റാക്ക് എന്നുള്ള ഫംഗ്ഷൻ ബിഫോർ കോളിംഗ് കമ്മിറ്റ് ഓൺ എ ട്രാൻസാക്ഷൻ. ഇപ്പോൾ നമ്മളൊരു ഫ്രാഗ്മെന്റ് മാനേജർ വെച്ചിട്ട് ഒരു ട്രാൻസാക്ഷൻ തുടങ്ങുകയാണ്. അപ്പോൾ ആ ട്രാൻസാക്ഷൻ തുടങ്ങുമ്പോൾ ട്രാൻസാക്ഷൻ കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം കംപ്ലീറ്റഡ് ആയി എന്നാണ്. അപ്പോൾ കമ്മിറ്റ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ഈ ഫ്രാഗ്മെന്റ്സിനെ ആഡ് ടു ബാക്ക് സ്റ്റാക്ക് കോൾ ചെയ്യണം. അപ്പോൾ മാത്രമാണ് ഫ്രാഗ്മെന്റ്സ് ബാക്ക് അടിച്ച് കഴിഞ്ഞാൽ സ്റ്റാക്കിലോട്ട് തൊട്ട് മുന്നത്തെ ഫ്രാഗ്മെന്റിലോട്ട് പോവുള്ളൂ. അതല്ലെങ്കിൽ അവർ സ്റ്റാക്കിനകത്തോട്ട് സേവ് ആവത്തുള്ളൂ. അപ്പോൾ ഒരു കോഡ് ഫ്രാഗ്മെന്റ് നോക്കാം. ഒരു ട്രാൻസാക്ഷൻ്റെ ഒരു ഫ്രാഗ്മെന്റ് ജസ്റ്റ് ഒരു 4 ലൈൻ മാത്രം നോക്കുന്നേ ഉള്ളൂ. ഫ്രാഗ്മെന്റ് മാനേജർ എന്നുള്ളൊരു ക്ലാസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒബ്ജക്റ്റാണ് ഫ്രാഗ്മെന്റ് മാനേജർ ഇസ് ഈക്വൽ ടു ഗെറ്റ് ഫ്രാഗ്മെന്റ് മാനേജർ. നമുക്ക് ഫ്രാഗ്മെന്റ് മാനേജറിൻ്റെ ഒബ്ജക്റ്റ് കിട്ടി. ഇനി നമ്മുടെ ഫ്രാഗ്മെന്റ് ട്രാൻസാക്ഷൻ ചെയ്യാൻ പോവാം. ഫ്രാഗ്മെന്റ് ട്രാൻസാക്ഷൻ അടുത്ത ക്ലാസ് ആണ്. ഫ്രാഗ്മെന്റ് ട്രാൻസാക്ഷൻ ഒബ്ജക്റ്റ് ആണ് ഇസ് ഈക്വൽ ടു ഫ്രാഗ്മെന്റ് മാനേജർ ഡോട്ട് ബിഗിൻ ട്രാൻസാക്ഷൻ. അപ്പോൾ അങ്ങനെയാണ് ഫംഗ്ഷൻ കേട്ടോ. ഫ്രാഗ്മെന്റ് മാനേജർ വെച്ചിട്ട് വേണം ട്രാൻസാക്ഷൻ ബിഗിൻ ചെയ്യാനായിട്ട്. ദെൻ നമ്മളുടെ ട്രാൻസാക്ഷൻ ഞാൻ ജസ്റ്റ് ഒരു ഫ്രാഗ്മെന്റിനെ വേറൊരു ഫ്രാഗ്മെന്റ് വെച്ച് റീപ്ലേസ് ചെയ്യാണ്. അതാണ് ട്രാൻസാക്ഷൻ. ഫ്രാഗ്മെന്റ് ട്രാൻസാക്ഷൻ ഡോട്ട് റീപ്ലേസ് ഓഫ് ആർ ഡോട്ട് ഐ ഡി ഡോട്ട് ഫ്രാഗ്മെന്റ് കണ്ടെയ്നർ. അപ്പോൾ ഫ്രാഗ്മെന്റ് കണ്ടെയ്നർ എന്ന് പറഞ്ഞ ഐ ഡി ഉള്ള ഒരു ഫ്രാഗ്മെന്റ് അതിനെ ഞാൻ ഫീഡ് ഫ്രാഗ്മെന്റ് എന്ന് പറഞ്ഞ വേറൊരു ഫ്രാഗ്മെന്റ് വെച്ചിട്ട് അങ്ങ് റീപ്ലേസ് ചെയ്തു. ഫൈനലി ഞാൻ എന്ത് ചെയ്യണം? കമ്മിറ്റ് ചെയ്യാൻ പോകാം. എനിക്കിപ്പോൾ ഇത്രയും അതായത് നമ്മളുടെ ഇതിൽ സ്ക്രീനിൽ ഉണ്ടാകുന്ന ഫ്രാഗ്മെന്റ് മാറ്റി പുതിയൊരു ഫ്രാഗ്മെന്റ് വരണം. അപ്പം ഞാൻ ബാക്ക് അടിച്ച് കഴിഞ്ഞാൽ എന്താ വേണ്ടേ? പഴയ ഫ്രാഗ്മെന്റ് തന്നെ മുന്നിലോട്ട് വരണം അല്ലേ? അപ്പോൾ അങ്ങനെ വരണമെങ്കിൽ ആ ഫ്രാഗ്മെന്റിനെ നമ്മൾ ബാക്ക് സ്റ്റാക്കിലോട്ട് ആഡ് ചെയ്യണം. എന്നാൽ മാത്രമേ അത് വരുള്ളൂ. ഫ്രാഗ്മെന്റ് ട്രാൻസാക്ഷൻ ഡോട്ട് ആഡ് ടു ബാക്ക് സ്റ്റാക്ക് ഓഫ് നൾ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫ്രാഗ്മെന്റ് ട്രാൻസാക്ഷനുള്ള എല്ലാ ഫ്രാഗ്മെന്റ്സിനെയും നമ്മൾ ബാക്ക് സ്റ്റാക്കിലോട്ട് ആഡ് ചെയ്തു. ഇനി നമുക്ക് കമ്മിറ്റ് അടിക്കാം. ഫ്രാഗ്മെന്റ് ട്രാൻസാക്ഷൻ ഡോട്ട് കമ്മിറ്റ്. ഓക്കെ, അപ്പം നമ്മൾ ഈ ഫ്രാഗ്മെന്റ് മാനേജറോ അതിൻ്റെ ഓപ്പറേഷനോ അതിൻ്റെ ട്രാൻസാക്ഷനോ ഒന്നും പഠിക്കുന്നില്ല. പക്ഷെ നമുക്ക് ബാക്ക് സ്റ്റാക്ക് ബിഹേവിയർ അറിയാൻ വേണ്ടി ഈ ഒരു 4-5 ലൈൻ ഓഫ് കോഡ് മാത്രം നമുക്ക് നോക്കിയാൽ മതി. ഒരു ഫ്രാഗ്മെന്റ് മാനേജറിൻ്റെ ഒരു ഒബ്ജക്റ്റ് എടുത്തു. ദെൻ ഫ്രാഗ്മെന്റ് മാനേജറിൻ്റെ ഫ്രാഗ്മെന്റ് ട്രാൻസാക്ഷൻ എന്നുള്ളൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. ഫ്രാഗ്മെന്റ് മാനേജർ ഡോട്ട് ബിഗിൻ ട്രാൻസാക്ഷൻ കൊടുക്കണം. ലാസ്റ്റ് കമ്മിറ്റും കൊടുക്കണം. അതിനിടയിലാണ് ട്രാൻസാക്ഷൻസ് കൊടുക്കുക. നമ്മളിവിടെ യൂസ് ചെയ്യുന്ന ട്രാൻസാക്ഷൻ ജസ്റ്റ് ഒരു റീപ്ലേസിംഗ് ആണ്. ഒരു ഫ്രാഗ്മെന്റിനെ വേറൊരു ഫ്രാഗ്മെന്റ് വെച്ചിട്ട് റീപ്ലേസ് ചെയ്തു. അത് കഴിഞ്ഞാൽ നമ്മൾ ഫ്രാഗ്മെന്റ് ട്രാൻസാക്ഷൻ ഡോട്ട് ആഡ് ടു ബാക്ക് സ്റ്റാക്ക് കോൾ ചെയ്യണം. ആഫ്റ്റർ അത് കമ്മിറ്റ് ചെയ്യണം. അപ്പോൾ ആ കോഡ് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുകയാണ്. ഫസ്റ്റ് ഞാൻ പറഞ്ഞല്ലോ ഫ്രാഗ്മെന്റ് മാനേജർ എന്നുള്ള ഒരു ഓബ്ജക്റ്റ് റിട്ടേൺ ചെയ്യാൻ പോവാണ് ഫോർ ഇന്ററാക്ടിങ് വിത്ത് ഫ്രാഗ്മെന്റ്സ് അസോസിയേറ്റഡ് വിത്ത് ദിസ് ആക്ടിവിറ്റി. സ്റ്റാർട്ട് എ സീരീസ് ഓഫ് എഡിറ്റ് ഓപ്പറേഷൻസ് ഓൺ ദ ഫ്രാഗ്മെന്റ്സ് അസോസിയേറ്റഡ് വിത്ത് ദിസ് ഫ്രാഗ്മെന്റ് മാനേജർ. അതിനാണ് നമ്മൾ ബിഗിൻ ട്രാൻസാക്ഷൻ കൊടുത്തത്. അപ്പോൾ നമ്മൾ ട്രാൻസാക്ഷൻ ജസ്റ്റ് ഒന്ന് റീപ്ലേസ് ചെയ്യാൻ മാത്രമേ ചെയ്തുള്ളൂ. കറണ്ട് ഫ്രാഗ്മെന്റ് വിത്ത് ഫീഡ് ഫ്രാഗ്മെന്റ് ഓൺ ദ ലേഔട്ട് വിത്ത് ഐ ഡി ആർ ഡോട്ട് ഐ ഡി ഡോട്ട് ഫ്രാഗ്മെന്റ് കണ്ടെയ്നർ. ഇനി ആഡ് ദിസ് ട്രാൻസാക്ഷൻ ടു ദ ബാക്ക് സ്റ്റാക്ക്. This means that transaction will be remembered after it is committed and will reverse its operation when later popped off the stack. The parameter name is an optional name for this backstack state or null. അപ്പോൾ നമുക്ക് ഓപ്ഷണൽ നെയിമോ അല്ലെങ്കിൽ നള്ളോ കൊടുക്കാം. അപ്പോൾ ഇത് ഇത്രയും നമ്മൾ കണ്ടതാണ് അല്ലേ? ഇനി നമുക്ക് ഇവരെ തിരിച്ച് വിളിക്കണമെങ്കിൽ അതായത് ബാക്ക് നമ്മൾ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ നമ്മൾ പ്രോഗ്രാമാറ്റിക്കലി കോൾ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സ്റ്റാക്കിലുള്ളവരെ പുറത്തേക്ക് കൊണ്ടുവരാനുള്ള ഫംഗ്ഷനാണ് പോപ്പ് ബാക്ക് സ്റ്റാക്ക്. ഓക്കെ, അപ്പം ആഡ് ടു ബാക്ക് സ്റ്റാക്ക് ഉണ്ട്. ദെൻ അതിന്ന് കോൾ ചെയ്യണമെങ്കിൽ പോപ്പ് ബാക്ക് സ്റ്റാക്ക് എന്നുള്ളതാണ് ഫംഗ്ഷൻ. സേവിങ് ഫ്രാഗ്മെന്റ് സ്റ്റേറ്റ്. ഇനി ഈ ഫ്രാഗ്മെന്റ്സിൻ്റെ സ്റ്റേറ്റ്സ് നമുക്ക് സേവ് ചെയ്യാം. ഫ്രാഗ്മെന്റ്സ് ഹാവ് an on save instance state method which is called when either state needs to be saved. ഓക്കെ, ഓൺ സേവ് ഇൻസ്റ്റൻസ് സ്റ്റേറ്റ് എന്നുള്ളൊരു മെത്തേഡ് ഉണ്ട്. ഇത് കോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഫംഗ്ഷൻസിൻ്റെ ഫ്രാഗ്മെന്റ്സിൻ്റെ സ്റ്റേറ്റ് സേവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഫ്രാഗ്മെന്റ് ഡോട്ട് സേവ്ഡ് സ്റ്റേറ്റ് എന്നാണ് ആ ക്ലാസ് വരുന്നത്. ഇതിനുള്ള ആ ഫംഗ്ഷൻ നമുക്ക് യൂസ് ചെയ്യാം. We can pass this method a fragment returns an object representing the state of that fragment. ഒരു ഫ്രാഗ്മെന്റ് കൊടുത്താൽ അതിന് സ്റ്റേറ്റ് കിട്ടാം. അതുപോലെ നമുക്ക് സ്റ്റേറ്റ് കിട്ടി കഴിഞ്ഞാൽ അത് ലേറ്റർ അത് ഇനീഷ്യലൈസ് ചെയ്യുന്ന സമയത്ത് സെറ്റ് ഇനീഷ്യൽ സേവ്ഡ് സ്റ്റേറ്റ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമുക്കത് ഇനീഷ്യലൈസ് ചെയ്യാനും പറ്റും. ഓക്കെ, അതായത് ഒരു ഫ്രാഗ്മെന്റ് ഇപ്പോൾ നമുക്ക് ക്ലോസ് ചെയ്യുന്നേക്കാളും മുന്നേ അല്ലെങ്കിൽ അത് സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓൺ സേവ് ഇൻസ്റ്റൻസ് സ്റ്റേറ്റ് എന്നുള്ള മെത്തേഡ് യൂസ് ചെയ്താൽ മതി. അതുപോലെ തന്നെ ആ സേവ് ചെയ്ത മെത്തേഡ് നമുക്ക്
സെറ്റ് ഇനീഷ്യൽ സേവ്ഡ് സ്റ്റേറ്റ് സേവ് ചെയ്ത സ്റ്റേറ്റ് സെറ്റ് ഇനീഷ്യൽ സേവ് സ്റ്റേറ്റ് എന്നുള്ള മെത്തേഡ് യൂസ് ചെയ്തിട്ട് അത് ഇനീഷ്യലൈസ് ചെയ്യാനും പറ്റും. അത്രയേ ഉള്ളൂ. അപ്പോൾ ജസ്റ്റ് വാട്ട് ഈസ് ദ സേവിങ് ഫ്രാഗ്മെന്റ് സ്റ്റേറ്റ് എന്നുള്ള കൺസെപ്റ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് നോക്കിയാൽ മതി. ഓൺ സേവ് ഇൻസ്റ്റൻസ് എന്നുള്ള ഫംഗ്ഷൻ അത് ഫ്രാഗ്മെന്റ് ഡോട്ട് സേവ് സ്റ്റേറ്റ് എന്നുള്ള ക്ലാസ്സിലാണ് വരിക. അതുപോലെ അത് ഇനീഷ്യലൈസ് ചെയ്യാൻ സെറ്റ് ഇനീഷ്യൽ സേവ് സ്റ്റേറ്റ് എന്നുള്ള ഫംഗ്ഷൻ ഉണ്ട്. ഇത്രയും കാര്യങ്ങൾ നോക്കിയാൽ മതി. പേഴ്സിസ്റ്റന്റ് ഫ്രാഗ്മെന്റ്സ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഉണ്ട്. When an activity starts a fragment and soon after the user rotates the screen, causing the activity to be destroyed and recreated. അത് നമുക്കറിയാം. നമ്മൾ ആക്ടിവിറ്റി ലൈഫ് സൈക്കിളൊക്കെ പഠിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ട് ഓൺ ക്രിയേറ്റ് എന്നുള്ളത്. അതായത് നമ്മളൊരു ലാൻഡ്സ്കേപ്പ് പോർട്രേറ്റ് മോഡിൽ ഇരുന്നിട്ട് ഫോണൊന്ന് ലാൻഡ്സ്കേപ്പിലോട്ട് ആക്കി കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ ഓട്ടോമാറ്റിക്കലി ജസ്റ്റ് കുറച്ചൊരു ടൈം ലാഗ് വരുന്നുണ്ടാവും അവിടെ. അപ്പോൾ അതിൻ്റെ കാരണം നമ്മളുടെ കംപ്ലീറ്റ് ആക്ടിവിറ്റി ഡിസ്ട്രോയ് ചെയ്തിട്ട് അത് ആദ്യം തൊട്ട് റീക്രിയേറ്റ് ചെയ്യാണ്. കാരണം നമ്മളുടെ റിസോഴ്സസ് എല്ലാം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ കംപ്ലീറ്റ് ആക്ടിവിറ്റി ഡിസ്ട്രോയ് ചെയ്യും, റീക്രിയേറ്റ് ചെയ്യും. When configuration changed during runtime, screen orientation, keyboard availability, language, Android usually destroy the application's existing activity or fragment and recreate it. അപ്പോൾ ആക്ടിവിറ്റിയും ഫ്രാഗ്മെൻറ്റും ഒക്കെ ഡിസ്ട്രോയ് ചെയ്തിട്ട് റീക്രിയേറ്റ് ചെയ്യും. Android does this so that application can reload its resources based on the new configuration. പറഞ്ഞല്ലോ റിസോഴ്സ് നോക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളുടെ പുതിയ കോൺഫിഗറേഷൻ അനുസരിച്ച് റിസോഴ്സസിനെ റീലോഡ് ചെയ്യാം, ആക്ടിവിറ്റി റീക്രിയേറ്റ് ചെയ്യുകയൊക്കെ ചെയ്യും. The restart behavior helps application to adapt new configuration by automatically reloading the application with alternative resources that match the new device configuration. ക്ലിയർ ആണല്ലോ? ന്യൂ നമ്മളിപ്പോൾ ഓറിയൻറ്റേഷൻ മാറ്റി തന്നെ ആലോചിച്ചാൽ മതി. അപ്പോൾ ആ ഒരു ഓറിയൻറ്റേഷനിൽ അല്ലെങ്കിൽ ആ ഒരു കോൺഫിഗറേഷന് മാച്ച് ആയിട്ടുള്ള റിസോഴ്സസ് യൂസ് ചെയ്യാൻ നമുക്ക് ഈ റീക്രിയേറ്റിംഗ് ഹെൽപ്പ് ചെയ്യും. To handle these configuration changes, Android provides callbacks to save your application state before destroying either activity or fragment. In the same, it also provides to restore the application state when it is recreating them. നമ്മൾ തൊട്ട് മുന്നേ സ്ലൈഡിൽ കണ്ടതാണ് ആൻഡ്രോയിഡിൻ്റെ ഫ്രാഗ്മെൻസിൻ്റെ സ്റ്റേറ്റ്സ് ഒക്കെ എങ്ങനെയാണ് സേവ് ചെയ്യാമെന്നും ഓൺ സേവ് സ്റ്റേറ്റ് എന്താണെന്നൊക്കെ കണ്ടു. അതുപോലെ അത് ഇനീഷ്യലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫംഗ്ഷനും കണ്ടു. അപ്പോൾ അതുപോലെ തന്നെ ആക്ടിവിറ്റി ആയാലും നമുക്ക് സ്റ്റേറ്റ് സേവ് ചെയ്യാം. എന്നിട്ട് നമ്മൾ ഈ റൊട്ടേറ്റ് ചെയ്യുന്നത് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു പെർട്ടിക്കുലർ സംഭവം ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് അത് സ്ക്രീൻ റൊട്ടേറ്റ് ചെയ്യുന്ന വെച്ചാലും നമ്മൾ ഇനീഷ്യലി സ്റ്റാർട്ടിങ്ങിൽ നിന്നല്ലല്ലോ പോവുക, ആ സ്റ്റേറ്റിൽ തന്നെ. അപ്പോൾ ഫോർ എക്സാമ്പിൾ ജസ്റ്റ് ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മളതൊന്ന് റൊട്ടേറ്റ് സ്ക്രീൻ ഒന്ന് ഓറിയൻറ്റേഷൻ മാറ്റി ലാൻഡ്സ്കേപ്പിലോട്ട് മാറ്റി. അപ്പോൾ നമുക്ക് എന്താവും പെട്ടെന്നൊരു ചെറിയൊരു ലാഗ് വന്ന് ആക്ച്വലി നടക്കുന്നത് ആ ആക്ടിവിറ്റി കംപ്ലീറ്റ് ആയിട്ട് ഡിസ്ട്രോയ് ചെയ്ത് കളയാണ്. അപ്പോൾ ആ ഒരു വീഡിയോ പ്ലെയർ ഉണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് ഡിസ്ട്രോയ് ചെയ്ത് കളഞ്ഞ് അത് വീണ്ടും ക്രിയേറ്റ് ചെയ്തിട്ടാണ് വരുന്നത്. പക്ഷെ നമുക്ക് കാണുന്നത് ആദ്യം തൊട്ടല്ലല്ലോ. നമുക്ക് കാണാം നമ്മൾ എവിടെയാണോ കണ്ടു നിർത്തിയത് അവിടെ തൊട്ടാണ്. കാരണം നമ്മളുടെ സ്റ്റേറ്റ് അവർ സേവ് ചെയ്തിട്ടുണ്ടാവും. ദെൻ അത് റീക്രിയേറ്റ് ചെയ്ത് പുതിയ റിസോഴ്സിനനുസരിച്ച് ആ സ്റ്റേറ്റ് വീണ്ടും ഇനീഷ്യലൈസ് ചെയ്തിട്ടുണ്ടാവും, റീസ്റ്റോർ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതാണ് കൺസെപ്റ്റ്. Enna, there is a trick that can make a fragment much more persistent than it is normally is. And some use this to avoid all of the work we have just described. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ ഈ വർക്ക് ഉണ്ടല്ലോ, ആക്ടിവിറ്റി കളയണം, ഫ്രാഗ്മെൻറ്റ് കളയണം, ഒക്കെ സ്റ്റേറ്റ് സേവ് ചെയ്യണം, ദെൻ ആക്ടിവിറ്റി റീക്രിയേറ്റ് ചെയ്യും, അത് കഴിഞ്ഞാൽ അതിൽ ഫ്രാഗ്മെൻറ്റ് റീക്രിയേറ്റ് ചെയ്യും, എല്ലാത്തിൻ്റെയും പഴയ സ്റ്റേറ്റ് റീസ്റ്റോർ ചെയ്യും. ഇത്രയും വർക്കൊക്കെ കുറയ്ക്കാനായിട്ടൊരു ചെറിയ ട്രിക്ക് ഉണ്ട്. അപ്പോൾ നോർമലി ഇതെന്താ ചെയ്യാന്ന് വെച്ചാൽ ദ റീറ്റെയിൻ ഇൻസ്റ്റൻസ് പ്രോപ്പർട്ടി, ഫ്രാഗ്മെൻസിൻ്റെ ഒരു പ്രോപ്പർട്ടി റീറ്റെയിൻ ഇൻസ്റ്റൻസ് പ്രോപ്പർട്ടി ക്യാൻ ബി യൂസ് ടു ആസ്ക് ദ സിസ്റ്റം നോട്ട് ടു ഡിസ്ട്രോയ് ദ ഫ്രാഗ്മെൻറ്റ് ഈവൻ വെൻ ദ ആക്ടിവിറ്റി ഈസ് ഡിസ്ട്രോയ്ഡ് ഫോർ എ കോൺഫിഗറേഷൻ ചെയ്യും. അതായത് നമ്മുടെ ആക്ടിവിറ്റി ഡിസ്ട്രോയ് ചെയ്യുമ്പോൾ ഓഫ് കോഴ്സ് ആക്ടിവിറ്റിയുടെ ഉള്ളിലാണല്ലോ ഫ്രാഗ്മെൻറ്റ് ഇരിക്കുന്നത്, ഫ്രാഗ്മെൻറ്റ് ഡിസ്ട്രോയ് ചെയ്യണ്ടേ. പക്ഷേ നമ്മളുടെ സിസ്റ്റത്തിനോട് നമുക്ക് പറയാം ഫ്രാഗ്മെൻറ്റ് ഡിസ്ട്രോയ് ചെയ്യണ്ടാന്ന്. ആക്ടിവിറ്റി ഡിസ്ട്രോയ് ചെയ്യും, ഫ്രാഗ്മെൻറ്റ് ചെയ്യില്ല. പകരം വി ആർ ഗോയിങ് ടു ഡിറ്റാച്ച് ദാറ്റ് ഫ്രാഗ്മെൻറ്റ് ഫ്രം ദാറ്റ് ആക്ടിവിറ്റി. ഫ്രാഗ്മെൻറ്റിൻ്റെ ഫംഗ്ഷൻസ് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, അറ്റാച്ചും ഓൺ ഡിറ്റാച്ചും ഒക്കെയും. അതുപോലെ ഇൻസ്റ്റെഡ് ഓൾ ദാറ്റ് ഹാപ്പൻസ് ഇസ് ദാറ്റ് ഫ്രാഗ്മെൻറ്റ് ഇസ് ഡിറ്റാച്ച്ഡ് ഫ്രം ദ ആക്ടിവിറ്റി ആൻഡ് ലെഫ്റ്റ് ഇൻ മെമ്മറി. നമ്മുടെ ആക്ടിവിറ്റിയിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്യും, പക്ഷേ ഫ്രാഗ്മെൻറ്റും അതിൻ്റെ കൂടെ എല്ലാം മെമ്മറിയിലകത്ത് തന്നെ ഉണ്ടാവും. ദെൻ വെൻ ദ ആക്ടിവിറ്റി ഈസ് റീക്രിയേറ്റഡ് ദ ഫ്രാഗ്മെൻറ്റ് ഇസ് റീ അറ്റാച്ച്ഡ്. അപ്പോൾ നമുക്ക് ആ രണ്ട് ലൈഫ് സൈക്കിൾ മെത്തേഡ്സ് മാത്രം കോൾ ചെയ്താൽ മതി. ക്രിയേറ്റും ക്രിയേറ്റീവും ഒന്നും ചെയ്യേണ്ട, ജസ്റ്റ് അറ്റാച്ചും ഡിറ്റാച്ചും മാത്രം ചെയ്താൽ മതി. This means that entire state of the fragment is preserved, only the onAttach and onDetach event occurs, and the onCreate view is called to restore the activity's view state. Okay.
അപ്പോൾ ഇത്രയാണ് പെർസിസ്റ്റൻറ്റ് ഫ്രാഗ്മെൻറ്റ്. അപ്പോൾ നോർമലി ഉള്ള സിനാരിയോ നമ്മൾ പറഞ്ഞു. അപ്പോൾ അതിന് പകരം റീറ്റെയിൻ ഇൻസ്റ്റൻസ് പ്രോപ്പർട്ടി ഉണ്ട് ഫ്രാഗ്മെൻറ്റ്സിന്. അതിലെന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ആക്ടിവിറ്റി ഡിസ്ട്രോയ് ചെയ്താലും ഫ്രാഗ്മെൻറ്റ് ഡിസ്ട്രോയ് ചെയ്യില്ല. പകരം അതെന്ത് ചെയ്യുന്നു, നമ്മളുടെ ആക്ടിവിറ്റിയിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്യിക്കുന്നു, എന്നിട്ട് മെമ്മറിയിൽ കീപ്പ് ചെയ്യുന്നു. ദെൻ ആക്ടിവിറ്റി റീക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ വീണ്ടും അറ്റാച്ച് ചെയ്യുന്നു. അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ഫംഗ്ഷൻ നമുക്കറിയാം ഓൺ ക്രിയേറ്റ് വ്യൂ ആണ്. നമുക്ക് വ്യൂ റീസ്റ്റോർ ആക്ടിവിറ്റിയുടെ വ്യൂ സ്റ്റേറ്റ് ഒക്കെ റീസ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനത്തെ ടൈപ്പ് ഫ്രാഗ്മെൻറ്റ്സിനെയാണ് പെർസിസ്റ്റൻറ്റ് ഫ്രാഗ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. ഇനി ഫ്രാഗ്മെൻറ്റ് കമ്മ്യൂണിക്കേഷൻ, ശരിക്കും ഇതൊരു വലിയൊരു ടോപ്പിക്കാണ്. നമ്മൾ ജസ്റ്റ് അതൊന്നും നോക്കുന്നില്ല. കമ്മ്യൂണിക്കേഷന് വേണ്ട ജസ്റ്റ് 2 മെത്തേഡ്. കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ഫ്രാഗ്മെൻറ്റ്സ് ഷുഡ് നോട്ട് ബി ഡൺ ഡയറക്ട്ലി. അതായത് ഒരു ആക്ടിവിറ്റിയിൽ 2 ഫ്രാഗ്മെൻറ്റ് ഉണ്ട്. 2 പേർക്കും നേരിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. അതിനൊരു മീഡിയേറ്റർ വേണം. അപ്പോൾ 2 മീഡിയേറ്റർ ആണ് നോർമലി യൂസ് ചെയ്യുന്നത്. ഫ്രാഗ്മെൻറ്റ് ലൈബ്രറി പ്രൊവൈഡ്സ് 2 ഓപ്ഷൻസ് ഫോർ കമ്മ്യൂണിക്കേഷൻ. ഫസ്റ്റ് വൺ ഇസ് എ ഷെയർഡ് വ്യൂ മോഡൽ. സെക്കൻഡ് വൺ ഇസ് ദ ഫ്രാഗ്മെൻറ്റ് റിസൾട്ട് API, ആപ്ലിക്കേഷൻ പ്രോഗ്രാം ഇൻ്റർഫേസ്. അപ്പോൾ നോർമലി ഒരു വ്യൂ മോഡലും ഒരു ഇൻ്റർഫേസ് മെത്തേഡും ആണ് ഉള്ളത്. അപ്പോൾ ഇതിൽ ശരിക്കും പ്രോഗ്രാംസ് ഉണ്ട്, വർക്കിംഗ് കുറേ പറയാനുണ്ട്. നമ്മളുടെ സിലബസിൽ അത്രയൊന്നും ഇല്ല. കൺസെപ്റ്റ്, അപ്പോൾ കമ്മ്യൂണിക്കേഷൻ വിത്ത് ഫ്രാഗ്മെൻറ്റ്സ് പറയുമ്പോൾ there are 2 methods to communicate. Fragments cannot communicate directly. They need some mediator, and 2 methods are there. First one is view model and second one is API. And view model concept just ഒന്ന് പറയാം. View model is used to store and manage UI related data. Then using view model application will have some consistent data even if there is a change in UI. ഇപ്പോൾ UI ചേഞ്ച് ചെയ്താലും നമുക്കത് മാനേജ് ചെയ്യാൻ പറ്റും വ്യൂ മോഡൽ വെച്ചിട്ടാണ് കഴിഞ്ഞാൽ. ഇപ്പോൾ ഒരു കോമൺ സിനാരിയോ എന്ന് പറയുന്നത് ഒരു ഫ്രാഗ്മെൻറ്റ് ടേക്കിംഗ് ഇൻഫർമേഷൻ ഫ്രം ദ യൂസർ ആൻഡ് അതർ ഫ്രാഗ്മെൻറ്റ് ഡിസ്പ്ലേയിങ് ദ എൻറ്റേർഡ് ഇൻഫർമേഷൻ. ഓക്കെ, ഇപ്പോൾ നോർമലി 1 ഫ്രാഗ്മെൻറ്റിൽ നമ്മളുടെ ഡീറ്റെയിൽസ്, നമ്മൾ നെയിമോ എന്തൊക്കെ ഡീറ്റെയിൽസ് ഒക്കെ എടുത്തു. ഡീറ്റെയിൽസ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ആ എടുത്ത ഡീറ്റെയിൽസ് സബ്മിറ്റ് ചെയ്യുന്നത് വേറൊരു ഫ്രാഗ്മെൻ്റ് ആയിരിക്കാം. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ശരിക്കും വ്യൂ മോഡൽ എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ക്ലാസ്സും മെത്തേഡ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ വ്യൂ മോഡൽ ക്ലാസ് ക്യാൻ ബി യൂസ്ഡ് ആസ് കമ്മ്യൂണിക്കേറ്റർ ബിറ്റ്വീൻ ദീസ് ഫ്രാഗ്മെൻറ്റ്സ്. അപ്പോൾ ചെയ്യുക എങ്ങനെയാണെന്ന് വെച്ചാൽ ഫസ്റ്റ് ഫ്രാഗ്മെൻറ്റ്, അതായത് ഫ്രാഗ്മെൻറ്റ് ടേക്കിംഗ് ദ ഇൻഫർമേഷൻ ഫ്രം ദ യൂസർ വിൽ സ്റ്റോർ ഡാറ്റ ഇൻ ടു ദ വ്യൂ മോഡൽ. ഇപ്പോൾ ആ ഫ്രാഗ്മെൻറ്റ് യൂസറിൽ നിന്ന് എടുത്ത ഡാറ്റ വ്യൂ മോഡൽ ക്ലാസ്സിലേക്കാണ് സ്റ്റോർ ചെയ്യുന്നത്. അതുപോലെ സെക്കൻഡ് ഫ്രാഗ്മെൻറ്റ് എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഷോവിങ് ദ ഇൻഫർമേഷൻ, അല്ലേ, അവർ വ്യൂ മോഡലിൽ നിന്ന് കളക്ട് ചെയ്തിട്ടാണ് എടുക്കുക. അപ്പം നമ്മൾ ഈ സെറ്റ് ടെക്സ്റ്റും ഗെറ്റ് ടെക്സ്റ്റ് എന്നുള്ള മെത്തേഡൊക്കെ പഠിച്ചിട്ടില്ലേ, അതുപോലെ അത്രയും സിമ്പിളായി എടുത്താൽ മതി. അതായത് ഒരു ഫ്രാഗ്മെൻറ്റ് ഡാറ്റാസ് യൂസറിൽ നിന്ന് വാങ്ങിക്കുന്നു, ആ ഇൻഫർമേഷൻസിനെ വ്യൂ മോഡലിലേക്ക് കൊടുക്കുന്നു. ദെൻ അടുത്ത ഫ്രാഗ്മെൻറ്റ് അത് ഡിസ്പ്ലേ ചെയ്യണം, അത് വ്യൂ മോഡലിൽ നിന്ന് ക്ലാസ്സിൽ നിന്ന് വാങ്ങിയിട്ട് അത് ഡിസ്പ്ലേ ചെയ്യുന്നു. അപ്പോൾ ഇതാണ് ഒരു കമ്മ്യൂണിക്കേഷൻ. ദെൻ അടുത്തത് ഇൻ്റർഫേസ് വെച്ചിട്ടാണ്. അപ്പോൾ ബേസിക്കലി വി വിൽ ബി ഹാവിങ് 1 ആക്ടിവിറ്റി ആൻഡ് ഇൻ ദാറ്റ് ആക്ടിവിറ്റി നമുക്കൊരു 2 ഫ്രാഗ്മെൻറ്റ്സ് ഉണ്ടെന്ന് വിചാരിക്കുക. ഇങ്ങനൊരു സിറ്റുവേഷനിലാണ് ഇത് യൂസ് ചെയ്യുന്നത് കേട്ടോ. അവർ എയിം ഇസ് ടു സെൻഡ് ദ ഡാറ്റ ഫ്രം 1 ഫ്രാഗ്മെൻറ്റ് ടു ദ അതർ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഇൻ്റർഫേസ്. ഓക്കെ, നമുക്കൊരു ആക്ടിവിറ്റി ഉണ്ട്, ആ ആക്ടിവിറ്റിയിൽ 2 ഫ്രാഗ്മെൻറ്റ് ഉണ്ട്. അപ്പോൾ ഒരു ഫ്രാഗ്മെൻറ്റിൽ നിന്ന് അടുത്ത ഫ്രാഗ്മെൻറ്റിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഇൻ്റർഫേസ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ശരിക്കും ഈ ഓരോ ലൈനിനും പ്രോഗ്രാം കോഡ് ഉള്ളത് എങ്ങനെയാണ് ചെയ്യാമെന്ന് നമ്മൾ ഈ ഹെഡിങ്സ് മാത്രം നോക്കിയാൽ മതി. സിമ്പിളായിട്ട് കൺസെപ്റ്റ് മാത്രം നോക്കുന്നേ ഉള്ളൂ കേട്ടോ. അല്ലെങ്കിൽ നമ്മളുടെ ഈ ഒരു ട്യൂട്ടോറിയൽ ഇതുകൊണ്ട് നിൽക്കില്ല, അത്രയും ഡെപ്തിൽ പോകേണ്ടി വരും. ഓക്കെ, മേക്ക് ആൻ ഇൻ്റർഫേസ് ഇൻ യുവർ ഫ്രാഗ്മെൻറ്റ് എ. ഇപ്പോൾ നമ്മളുടെ ഫ്രാഗ്മെൻറ്റ് എയിൽ 2 ഫ്രാഗ്മെൻറ്റ് എയും ബി ആണെന്ന് വിചാരിച്ചോ. അപ്പോൾ ഫ്രാഗ്മെൻറ്റ് എയിൽ നമ്മളൊരു ഇൻ്റർഫേസ് ക്രിയേറ്റ് ചെയ്തു. ദെൻ ആ ഇൻ്റർഫേസ് ഇംപ്ലിമെൻ്റ് ഇൻ്റർഫേസ് ഓഫ് ദ ഫ്രാഗ്മെൻറ്റ് എ ഇൻ യുവർ ആക്ടിവിറ്റി. നമ്മുടെ ആക്ടിവിറ്റിയിൽ ഇൻ്റർഫേസ് ഫ്രാഗ്മെൻറ്റ് എയുടെ ഇൻ്റർഫേസ് ഇംപ്ലിമെൻറ്റ് ചെയ്യുക. ആഫ്റ്റർ കോൾ ദ ഇൻ്റർഫേസ് മെത്തേഡ്, നമ്മളുടെ ആക്ടിവിറ്റിയിൽ നിന്ന് ആ മെത്തേഡ് കോൾ ചെയ്യുക. ആൻഡ് അതിൽ ആക്ടിവിറ്റിയിൽ നമ്മളുടെ ഫ്രാഗ്മെൻറ്റ് ഡി എടുക്കാൻ നമുക്ക് കോൾ ചെയ്യാൻ പറ്റും ടു ഡു ദ റിക്വയർഡ് ചേഞ്ചസ്. സോ ഫസ്റ്റ് ഫ്രാഗ്മെൻറ്റ് എയിൽ ഇൻ്റർഫേസ് ഉണ്ടാക്കുക, ദെൻ ആ ഇൻ്റർഫേസിനെ ആക്ടിവിറ്റിയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുക. ദെൻ ആക്ടിവിറ്റിയിൽ നിന്ന് ഇൻ്റർഫേസ് കോൾ ചെയ്യാം, അതുപോലെ ആക്ടിവിറ്റിയിൽ അടുത്ത ഫ്രാഗ്മെൻറ്റിനെ ആ ഇൻ്റർഫേസിൽ നിന്ന് കോൾ ചെയ്യാം. ഇനി ഒരു 3 ഫങ്ഷൻസ് ഉണ്ട്, അത് നമുക്കൊന്ന് വേഗം നോക്കി പോവാം. സ്റ്റാർട്ട് ആക്ടിവിറ്റി, അപ്പോൾ അത് പല സ്ഥലത്ത് ഇതിന് മുന്നേ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. സ്റ്റാർട്ട് ആക്ടിവിറ്റി എന്നുള്ള ഫംഗ്ഷൻ ഇൻഡൻറ്റിലൊക്കെയും കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ എന്താണ് ഇതിൻ്റെ വർക്കിംഗ്? ലോഞ്ച് എ ന്യൂ ആക്ടിവിറ്റി ഫ്രം ഫ്രാഗ്മെൻറ്റ്. ഇപ്പോൾ ഫ്രാഗ്മെൻറ്റ് ബേസിൽ നോക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫ്രാഗ്മെൻറ്റിൽ നിന്ന് ഒരു ന്യൂ ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്യാനാണ് സ്റ്റാർട്ട് ആക്ടിവിറ്റി യൂസ് ചെയ്യുന്നത്. Start activity of indent method is used to start a new activity, which will be placed at the top of the activity stack. It takes a single argument, an indent, which describes the activity to be executed. ഓക്കെ, അപ്പോൾ സ്റ്റാർട്ട് ആക്ടിവിറ്റി എന്ന് പറയുന്ന ഒരു സിംഗിൾ ആർഗ്യുമെൻറ്റ് ഇൻറ്റൻ്റ് ആണ് പാസ് ചെയ്യുക. അപ്പോൾ എന്ത് ആക്ടിവിറ്റിയാണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടതെന്ന് ഇൻറ്റൻറ്റ് പറഞ്ഞിട്ടുണ്ടാവും.
സംടൈംസ് ചില കേസിൽ നമുക്ക് റിസൾട്ട് ഇതിപ്പോൾ സ്റ്റാർട്ട് ആക്ടിവിറ്റി എന്ന് പറയുന്നത് നമ്മൾ ഇതിപ്പോൾ കമ്പയർ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് അറിയോ? നമ്മളിപ്പോൾ ഒരു ഫംഗ്ഷൻ കോളൊക്കെ വെക്കാറില്ലേ? ഫംഗ്ഷൻ കോളിൽ ചില ഫംഗ്ഷൻസ് നേരിട്ട് ഡിസ്പ്ലേ ചെയ്യും, അതിൻ്റെ വർക്ക് ചെയ്യും. ചിലവർ നമ്മൾ കോൾ ചെയ്ത ആൾക്കാർക്ക് തിരിച്ചെന്തെങ്കിലും കൊടുക്കും. നമ്മൾ റിട്ടേൺ ടൈപ്പ് ഒക്കെ സെറ്റ് ചെയ്യാറില്ല. റിട്ടേൺ ടൈപ്പ് ഇൻറ്റ് വെക്കാറുണ്ട്. വോയിഡ് വെച്ചാൽ നമുക്ക് എന്ത് കിട്ടും? റിട്ടേൺ ടൈപ്പ് ഒന്നും, ഐ മീൻ റിട്ടേൺ ചെയ്യില്ല ഡാറ്റാസ് ഒന്നും. ഇൻറ്റ് വെക്കാൻ വെച്ച് കഴിഞ്ഞാലോ അവർ ഇൻറ്റോ ബാക്കി സ്ട്രിങ് എന്ത് വെച്ച് കഴിഞ്ഞാലും അവർ ഡാറ്റാസ് റിട്ടേൺ ചെയ്യും. അപ്പോൾ അതുപോലൊരു കൺസെപ്റ്റാണ്. നോർമലി സ്റ്റാർട്ട് ആക്ടിവിറ്റി കോൾ ചെയ്ത് കഴിഞ്ഞാൽ ആ ആക്ടിവിറ്റി നമുക്ക് തിരിച്ചൊന്നും തരില്ല. ആ ആക്ടിവിറ്റിയുടെ ആക്ഷൻസ് പെർഫോം ചെയ്യും. ദെൻ സംടൈംസ് യു വോണ്ട് ടു ഗെറ്റ് എ റിസൾട്ട് ബാക്ക് ഫ്രം ദാൻ ആക്ടിവിറ്റി വെൻ ഇറ്റ് എൻഡ്സ്. ആക്ടിവിറ്റി കഴിയുമ്പോൾ നമുക്കൊരു റിസൾട്ട് കിട്ടേണ്ടി വരും. അങ്ങനെയുണ്ടെങ്കിൽ നമുക്ക്, ഫോർ എക്സാമ്പിൾ, യു മേ സ്റ്റാർട്ട് ആൻ ആക്ടിവിറ്റി ദാറ്റ് ലെറ്റ്സ് ദ യൂസർ പിക്ക് എ പേഴ്സൺ ഇൻ എ ലിസ്റ്റ് ഓഫ് കോൺടാക്ട്സ്, വെൻ ഇറ്റ് എൻഡ്സ് ഇറ്റ് റിട്ടേൺസ് എ പേഴ്സൺ ദാറ്റ് വാസ് സെലക്ടഡ്. മനസ്സിലായില്ലേ? അതായത് നമ്മളൊരു സ്റ്റാർട്ട് ആക്ടിവിറ്റി തുടങ്ങുകയാണ്. ആ ആക്ടിവിറ്റി ചെയ്യുന്നത് ഇത്രയേ ഉള്ളൂ, കോൺടാക്ട് ലിസ്റ്റിൽ നിന്ന് ഒരാളെ പിക്ക് ചെയ്യുക. അപ്പോൾ ഓഫ് കോഴ്സ് ആ ആക്ടിവിറ്റി കഴിയുമ്പോൾ എന്തുണ്ടാവും? അയാളുടെ നമ്പറോ ആ പേഴ്സണും നമ്മളുടെ കയ്യിൽ കിട്ടണ്ടേ, റിട്ടേൺ ചെയ്യണം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കോൾ ദ സ്റ്റാർട്ട് ആക്ടിവിറ്റി ഫോർ റിസൾട്ട് എന്നുള്ള ഒരു ഫംഗ്ഷൻ യൂസ് ചെയ്യണം. അതിൽ 2 പാരാമീറ്റർ ഉണ്ട്. ഇൻറ്റൻറ്റ് മാത്രമല്ല, ഒരു ഇൻറ്റ് വാല്യൂ ഉണ്ട്. സോ വേർഷൻ വിത്ത് എ സെക്കൻഡ് ഇൻറ്റിജർ പാരാമീറ്റർ ഐഡൻറ്റിഫൈങ് ദ കോൾ. ഇപ്പോൾ സെക്കൻഡ് പാരാമീറ്റർ എന്ന് പറയുന്നത് ഇത് ആരെ കോൾ ചെയ്തതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ദ റിസൾട്ട് ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഓൺ ആക്ടിവിറ്റി റിസൾട്ട് എന്ന് പറഞ്ഞൊരു മെത്തേഡും കൂടി ഉണ്ട്. ഇൻറ്റൻറ്റ് 3 പാരാമീറ്റർ നമ്മൾ പാസ് ചെയ്യണം. അപ്പോൾ ഒരു എക്സാമ്പിൾ നമ്മൾ ഈ ഒരു ഇതൊക്കെ ചെയ്തപ്പോൾ, ഐ മീൻ എന്ത് ചെയ്തപ്പോഴായിരുന്നു, ആക്ഷൻ പിക്കൊക്കെ ചെയ്തപ്പോൾ ഈ സ്റ്റാർട്ട് ആക്ടിവിറ്റി ഫോർ റിസൾട്ട് എന്നുള്ള മെത്തേഡും ചെയ്തിട്ടുണ്ട്. സ്റ്റാർട്ട് ആക്ടിവിറ്റിയുടെ എക്സാമ്പിൾ അല്ല, സ്റ്റാർട്ട് ആക്ടിവിറ്റി ഫോർ റിസൾട്ടിൻ്റെ എക്സാമ്പിളാണ്. അപ്പോൾ ഇപ്പോൾ ഞാൻ ഒരു ആക്ടിവിറ്റി പല റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ടായിരിക്കും. അതായത് ഇപ്പോൾ ഒരു മൊബൈലിൽ ഫോട്ടോ എടുക്കാൻ കൊടുത്തിട്ടുണ്ടായിരിക്കാം, ഒരു കോൺടാക്റ്റ് പിക്ക് ചെയ്യാൻ കൊടുത്തിട്ടുണ്ടായിരിക്കും, അങ്ങനെ പല ആക്ടിവിറ്റീസ് കൊടുത്തിട്ടുണ്ടാവും. ദെൻ ഇവരൊക്കെ റിസൾട്ട് തിരിച്ചു കൊടുക്കും. ആൻഡ് റിസൾട്ട് തിരിച്ചു കൊടുക്കുമ്പോൾ ഇത് ആരുടെ റിസൾട്ടാണ്, ഏത് ആക്ടിവിറ്റി തന്ന റിസൾട്ടാണെന്ന് അറിയാനാണ്. ഇപ്പോൾ ഒരു ആക്ടിവിറ്റി ഫോട്ടോ എടുക്കാൻ കൊടുത്തു, ഒരു ആക്ടിവിറ്റി ഞാൻ പറഞ്ഞില്ലേ, അപ്പോൾ അതുപോലെ കോൺടാക്റ്റ് പിക്ക് ചെയ്യാൻ കൊടുത്തു. അങ്ങനെ ഉണ്ടാവുമ്പോൾ അവർ റിസൾട്ട് തിരിച്ചു തരുമല്ലോ. തിരിച്ചു തരുമ്പോൾ ഈ തന്ന ആളുടെ പേരും കൂടെ വേണം. ആരാണ് ഈ പണി കൊടുത്തത്, ആളുടെ പേര് വേണ്ടേ? അതിനാണ് ഈ രണ്ടാമത്തെ പാരാമീറ്റർ. നമ്മൾ സ്റ്റാർട്ട് ആക്ടിവിറ്റി ഫോർ റിസൾട്ട് എന്ന് പറഞ്ഞിട്ട് ഈ പിക്ക് ഇമേജ് ഇൻറ്റൻറ്റ് ഇവിടുത്തെ നോക്കാം. ഒരു ഇൻറ്റൻറ്റ് ഞാൻ ക്രിയേറ്റ് ചെയ്യാണ്. ആ ഇൻറ്റൻറ്റിൽ പറയുന്നത് ആക്ഷൻ പിക്കാണ്. മീഡിയ സ്റ്റോറിലെ ഇമേജസിൽ പോയിട്ട് എക്സ്റ്റേണൽ ഒരു കണ്ടന്റ് URL ഞാൻ കൊടുത്തിട്ടുണ്ട്. ആ പെർട്ടിക്കുലർ ഇമേജ് പിക്ക് ചെയ്യണം. അതാണ് നമ്മളുടെ ഇൻറ്റൻറ്റ്. പിക്ക് ചെയ്ത ഇമേജ് നമുക്ക് തിരിച്ച് കിട്ടാൻ വേണം കേട്ടോ. അപ്പോൾ ഞാൻ സ്റ്റാർട്ട് ആക്ടിവിറ്റി ഫോർ റിസൾട്ട് കൊടുത്തു. അതിന് മുന്നേ ഇവിടെ ഒരു വലിയ സാധനം കണ്ടു, പ്രൈവറ്റ് സ്റ്റാറ്റിക് ഫൈനൽ ഇൻറ്റ് റിക്വസ്റ്റ് പിക്ക് ഇമേജസ് ഈക്വൽ ടു 1, വിച്ച് മീൻസ് ഇതൊരു കോൺസ്റ്റൻ്റ് ആണ്. ഞാനൊരു 1 കൊടുത്തു. അതായത് എന്നെ ഐഡൻറ്റിഫൈ ചെയ്യാനാണ് ഈ 1. ഇപ്പോൾ ആക്ഷൻ പിക്ക് ഇമേജ് പിക്ക് ചെയ്യാൻ കൊടുത്ത ആ ആക്ടിവിറ്റീനെ അറിയാൻ ഈ ഒരു കോഡ് യൂസ് ചെയ്യണം. സോ ഞാനിവിടെ സ്റ്റാർട്ട് ആക്ടിവിറ്റി ഫോർ റിസൾട്ട് പിക്ക് ഇമേജ് ഇൻറ്റൻറ്റ് റിക്വസ്റ്റ് പിക്ക് ഇമേജ് 2 വേരിയബിൾസ് കൊടുത്തിട്ടുണ്ട്, 2 പാരാമീറ്റേഴ്സ്. അപ്പോൾ ഫസ്റ്റ് പാരാമീറ്റർ നമ്മുടെ ഇൻറ്റൻ്റ് ആണ്, അതാണ് ഇത്. സെക്കൻഡ് പാരാമീറ്റർ ഈ കോൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഈ ആളെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ കോൺസ്റ്റൻറ്റ് നമ്മൾ പാസ് ചെയ്തിട്ടുള്ളത്. ഇനി ഇതുപോലെ ഇതിൻ്റെ വർക്ക് കഴിഞ്ഞാൽ ഇവർ തിരിച്ചു കൊടുക്കുമല്ലോ. തിരിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് ഓൺ ആക്ടിവിറ്റി റിസൾട്ട് എന്നൊരു ഫംഗ്ഷൻ ഉണ്ട്. അപ്പോൾ അതിനകത്ത് 3 പാരാമീറ്റർ, ഒരെണ്ണം റിക്വസ്റ്റ് കോഡ്, ഒരെണ്ണം റിസൾട്ട് കോഡ്, ഒരെണ്ണം ഡാറ്റ. റിക്വസ്റ്റ് കോഡ് എന്ന് പറയുന്നത് എന്നെ ഇയാളാണ് വിളിച്ചത് എന്ന് പറയാനാണ് ഇവിടെ. ഓൺ ആക്ടിവിറ്റി റിസൾട്ട് കുറേ ചിലപ്പോൾ വലിയ പ്രോഗ്രാമൊക്കെ ആകുമ്പോൾ ഒരുപാട് ഓൺ ആക്ടിവിറ്റി റിസൾട്ട് ഉണ്ടാവും. അപ്പോൾ അത് ഏത് ആക്ടിവിറ്റി ആണ് എൻ്റെ റിസൾട്ട് ആണെന്ന് അറിയാൻ വേണ്ടി, ഇപ്പോൾ കോൺടാക്റ്റ് പിക്ക് ചെയ്തതിൻ്റെയാണെങ്കിൽ അത് റിക്വസ്റ്റ് കോഡ്, ഇവിടെ കൊടുത്ത റിക്വസ്റ്റ് കോഡായിരിക്കും. ആക്ഷൻ പിക്ക് ആണെങ്കിൽ ഇവിടെ ഞാനിപ്പോൾ ഈ റിക്വസ്റ്റ് പിക്ക് ഇമേജ് എന്നുള്ള കോഡിലെ കൊടുത്തത്, അപ്പോൾ അതായിരിക്കും യൂസ് ചെയ്യുന്നത്. അങ്ങനെ അവരെ കോൾ ചെയ്ത ആളുടെ റിക്വസ്റ്റ് കോഡായിരിക്കും ഇവിടെ യൂസ് ചെയ്യുക. ആ റിക്വസ്റ്റ് കോഡ് പറയും. പിന്നെ റിസൾട്ട് ഓക്കെ ആവാം, അല്ലാണ്ടാവാം, അതിനനുസരിച്ച് റിസൾട്ട് കോഡ് ഉണ്ടാവും. ദെൻ ഡാറ്റ, ഇവിടെ പിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഇമേജ് അല്ലേ കിട്ടുക, ആ ഇമേജിൻ്റെ അഡ്രസ്സോ ആയിരിക്കാം ഡാറ്റ. അങ്ങനെ അപ്പോൾ ഇവിടെ നോക്കി, ഈ റിക്വസ്റ്റ് കോഡ് ഈക്വൽ ടു റിക്വസ്റ്റ്, ഇങ്ങനെയാണ് നമ്മൾ തുടങ്ങാം. ഇപ്പോൾ റിക്വസ്റ്റ് കോഡ് ഇവിടെ ഇയാൾ റിട്ടേൺ ചെയ്ത റിക്വസ്റ്റ് കോഡ്, എൻ്റെ റിക്വസ്റ്റ് കോഡ് എന്താ, റിക്വസ്റ്റ് പിക്ക് ഇമേജ് ആണെങ്കിൽ മാത്രമേ നമ്മൾ ഈ പെർട്ടിക്കുലർ ഫംഗ്ഷൻ നടക്കുകയുള്ളൂ. അതുപോലെ റിസൾട്ട് ഓക്കെ ആവണം, ആണെങ്കിൽ നമ്മളുടെ ആക്ഷൻസ് പെർഫോം ചെയ്യാം. മനസ്സിലായോ? അപ്പോൾ ഒരു സ്റ്റാർട്ട് ആക്ടിവിറ്റി ഫോർ റിസൾട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഓൺ ആക്ടിവിറ്റി റിസൾട്ടും കൊടുക്കും. ആൻഡ് ഇത് വർക്ക് ആവുക എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാൾ റിട്ടേൺ ചെയ്യുന്ന റിക്വസ്റ്റ് കോഡും നമ്മൾ കൊടുത്ത റിക്വസ്റ്റ് കോഡും സെയിം ആവണം, റിസൾട്ട് കോഡ് ഓക്കെ ആവണം, അപ്പോഴാണ് അത് വർക്ക് ചെയ്യുന്നത്. ക്ലിയർ ആയെന്ന് വിചാരിക്കാം. ലാസ്റ്റ് ടോപ്പിക് സെറ്റ് ടാർഗറ്റ് ഫ്രാഗ്മെൻറ്റ്. ഒരു സിമ്പിൾ സംഭവമാണ്. അതായത് ഈ ഫ്രാഗ്മെൻറ്റ് ഏത് ആക്ടിവിറ്റിയിലാണ് റണ്ണായി വരുന്നത്. പബ്ലിക് വോയിഡ് സെറ്റ് ടാർഗറ്റ് ഫ്രാഗ്മെൻറ്റ്
ഫ്രാഗ്മെൻറ്റ് ഇൻറ്റർ റിക്വസ്റ്റ് കോഡ്. ഇത്രയാണ് പാരാമീറ്റേഴ്സ് ഉള്ളത്. ഓപ്ഷണൽ ടാർഗറ്റ് ഫോർ ദി ഫ്രാഗ്മെൻറ്റ്. നമ്മുടെ ഫ്രാഗ്മെൻറ്റിന് ഒരു ടാർഗറ്റ് നമ്മൾ സെറ്റ് ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. ലെറ്റ്സ് ദ കോൾഡ് ഫ്രാഗ്മെൻറ്റ് നോ വേർ ടു സെൻഡ് ദ റിസൾട്ട്. നമ്മളുടെ റിസൾട്ട് എവിടേക്കാണ് സെൻഡ് ചെയ്യേണ്ടതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, സിമ്പിളാണത്. അപ്പോൾ നമ്മൾ ഇന്ന് ഫ്രാഗ്മെൻറ്റ് മാനേജർ, ഫ്രാഗ്മെൻറ്റ് ബാക്ക്സ്റ്റാക്ക് ബിഹേവിയർ, പേഴ്സിസ്റ്റൻറ്റ് ഫ്രാഗ്മെൻറ്റ്സ്, പിന്നെ ഫ്രാഗ്മെൻറ്റ് കമ്മ്യൂണിക്കേഷൻ, പിന്നെന്താ പഠിച്ചത്? പിന്നെയാണ് 2 സ്റ്റാർട്ട് ആക്ടിവിറ്റി ഫോർ റിസൾട്ട്, സെറ്റ് ടാർഗറ്റ് ഫ്രാഗ്മെൻറ്റ് എന്നുള്ളൊരു കുഞ്ഞു ഫംഗ്ഷൻ. ഇത്രയും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. കൺസെപ്റ്റ് വളരെ സിമ്പിളാണ്. കൺസെപ്റ്റ് മനസ്സിലാക്കി മാത്രം പഠിച്ചാൽ മതി. ആവശ്യമുള്ളത് മാത്രം പഠിച്ചാൽ മതി. ഓക്കെ, ഐ മീൻ അത്രയും ഡീറ്റെയിൽ ആയിട്ട് നമ്മളുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ അത്രയും ഡീറ്റെയിൽ ആയിട്ട് പോകണ്ട. ആൻഡ്രോയിഡിനെ പറ്റി അറിയാൻ പഠിക്കുന്നവരാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഇനിയും പഠിക്കേണ്ടി വരും. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു ഫോർ വാച്ചിങ്.